ഇന്നലെ അർദ്ധരാത്രിയോട് കൂടെ 5 ലാംഗ്വേജിൽ OTTയിൽ റിലീസായ ദുൽഖർ സൽമാൻ മൂവിയാണല്ലോ ലക്കി ഭാസ്കർ. ചിത്രത്തിന് ഇതാ OTTയിൽ റിലീസായിട്ടും വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനത്തെ 24 അവേഴ്സിൽ 6000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ OTTയിൽ റിലീസായിട്ടും ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റേത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, OTTയിൽ റിലീസായിട്ടും ചിത്രത്തിൻ്റെ കളക്ഷനിലും കാര്യങ്ങളിലും ഇന്ത്യയിൽ യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. OTTയിൽ എത്തുന്ന തലേ ദിവസം എത്രത്തോളം കളക്ഷൻ ആണോ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ലക്കി ഭാസ്കർ നേടിയത്, ആ ഒരു കളക്ഷൻ തന്നെ OTTയിൽ റിലീസായ ശേഷവും ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്നും ലക്കി ഭാസ്കർ നേടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. OTTയിലും മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ OTTയിൽ റിലീസായാൽ തിയേറ്ററിൽ വന്ന് കാണില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. നല്ല സിനിമയാണെങ്കിൽ അത് എവിടെ വന്ന് കാണാനും പ്രേക്ഷകർ ഉണ്ട് എന്നതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാവുകയാണ് DQന്റെ ലക്കി ഭാസ്കർ. ചിത്രം OTTയിൽ റിലീസായതിന്റെ ശേഷവും ഇനിയും ഒട്ടനവധി നാൾ തിയേറ്ററിൽ ഉണ്ടാവും എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ അവസാനത്തെ 24 അവേഴ്സിൽ 6000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ 24 അവേഴ്സിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയെങ്കിൽ ഇനിയും അനേകം നാൾ തിയേറ്റർ ഭരിക്കാൻ ലക്കി ഭാസ്കർ ഉണ്ടാവും. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.